മോമോസിന്റെ കടയിൽ പോയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് എന്നിട്ട് മോമോസ് വീട്ടിൽ ഉണ്ടാക്കി തരാമെന്ന് ഭാര്യ. കൊച്ചിയിൽ ഇപ്പൊ എവിടെ നോക്കിയാലും മോമോസും പാനിപൂരിയും കടകളാണല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട വിഭവമായി അവ വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. സത്യത്തിൽ മോമോസ് ഒരു നോർത്ത് ഇന്ത്യൻ വിഭവം അല്ലട്ടോ. നമ്മുടെ അയൽ രാജ്യങ്ങളായ ടിബറ്റിലെയും നേപ്പാളിലെയും ഒക്കെ ട്രഡീഷണൽ ഫുഡാണ് മോമോസ്. സ്റ്റീംഡ് ബ്രെഡ് എന്നർത്ഥം വരുന്ന മോഗ് മോഗ് എന്ന ടിബറ്റൻ വാക്കിൽ നിന്നാണ് മോമോ അല്ലെങ്കിൽ മോമോസ് എന്ന പദം രൂപപ്പെട്ടത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവരുടെ പ്രധാന പരിപാടികളിലും കൾച്ചറൽ ഫെസ്റ്റിലും ഒക്കെ പ്രധാന ഭക്ഷണമായിരുന്നു മോമോസ്. അന്നൊക്കെ യാക്കിന്റെയും ആടിന്റെയും ഒക്കെ ഇറച്ചിയായിരുന്നു അവർ ഫില്ലിങ്ങിനായി ഉപയോഗിച്ചിരുന്നത്. ക്രമേണ ചൈനയിലേക്കും ഭൂട്ടാനിലേക്കും നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലേക്കും ഒക്കെ മോമോസ് വ്യാപിച്ചു. കാലാന്തരത്തിൽ അതിനുള്ളിൽ വെച്ചിരുന്ന ഫില്ലിങ്ങുകളിലും മാറ്റം വന്നു. വെജിറ്റബിളും കോഴിയും ഒക്കെയായി മോമോസ് ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചു. വളരെ സിമ്പിളായി രുചിയേറിയ സോസിലും മുക്കി വയറും മനസ്സും നിറയ്ക്കാൻ കഴിയും എന്നുകൊണ്ട് തന്നെ മോമോസ് പ്രേമികളും വർദ്ധിച്ചു. നോർത്ത് ഇന്ത്യൻ ഭായിമാരുടെ കുടിയേറ്റവും കേരളത്തിൽ മോമോസ് വർദ്ധിക്കാൻ ഒരു കാരണമായി. എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഹെൽത്തി ഫില്ലിങ്സ് ഒക്കെ വെച്ച് ഓയിലിൽ ഫ്രൈ ചെയ്തോ സ്റ്റീം ചെയ്തോ മോമോസ് കഴിക്കാൻ സാധിക്കുമെന്നിരിക്കെ ഞങ്ങളും ഉണ്ടാക്കി. മടിച്ചേൽക്കാതെ നിങ്ങളും ഉണ്ടാക്കുമല്ലേ. ഇതുപോലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ പുറത്തുനിന്ന് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർ ഏറെയുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ.